സഭകൾ വിശ്വാസികൾക്ക് ഭാരമായി മാറുമ്പോൾ സത്യപ്രഭ പരമ്പരയുടെ മൂന്നാം ഭാഗം. ഇന്ന് നമുക്ക് ഈ പല പേരുകളിൽ പല പല സഭകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സഭകൾ ഇന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിനൊരു ഭാരമായി തീരുകയല്ലേ? കാരണം പലതരത്തിൽ പാപബോധം വളർത്തുന്നു, പലതരത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾ, മറ്റു തരത്തിലുള്ള ചൂഷണങ്ങൾ വന്ന് ഈ സഭകളെന്ന് പറയുന്ന ഈ പ്രസ്ഥാനങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭാരമായി മാറുകയല്ലേ? തീർച്ചയായിട്ടും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞല്ലോ 45,000 സഭകൾ ദൈവം തമ്പുരാൻ്റെ അറിവോടുകൂടി ഉണ്ടായതല്ല. 2 സഹോദരന്മാർ തമ്മിൽ ഒരു ശവം കുഴിച്ചിടുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായി വരികയാണെങ്കിൽ 2ആയിട്ട് സഭ പിരിഞ്ഞു. ഇപ്പം 45,000 ഒന്നായി മാറി. അകാരണമായിട്ട് ഇത് സംഭവിക്കുന്നതിൻ്റെ കാരണം, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് യേശു പറഞ്ഞ സഭയിൽപ്പെട്ടവരല്ല ഇവരെല്ലാം. മാത്രമല്ല, അവരാരും ഈ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 18 വാക്യം വായിക്കുകയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അവരുടെ പ്രവൃത്തി കൊണ്ട് പാതാള ഗോപുരങ്ങൾ ജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ എടുക്കാൻ വയ്യാത്ത ചുമട് ആൾക്കാരുടെ തലയിൽ വെച്ച് അവരുടെ നിന്ന് പണം പിഴിഞ്ഞെടുക്കുക, ഒന്ന്. അതവന് ഭാരമാണ്. നാളെ അരി മേടിക്കാൻ കാശില്ല, കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ പിഴിഞ്ഞ് മേടിക്കുക. ഓരോ പള്ളികളിൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ അറിയാം, 16 ഐറ്റം ഒക്കെയാണ് മാസവരി, മറ്റേത് മറിച്ചേത്, ഇങ്ങനെ 10-18 ഐറ്റം. ഈ കാശെല്ലാം കുമിഞ്ഞു കൂടുന്നത് എവിടെയാണോ അവിടെ പാതാള ഗോപുരങ്ങൾ ജയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തെ വിളിക്കുന്നതിന് പണത്തിൻ്റെ ആവശ്യമില്ല. നുറുങ്ങിയ ഹൃദയം, ദാവീദ് പറയുകയാണ്, നുറുങ്ങിയ ഹൃദയം യഹോവയെ നീ നിരസിക്കുന്നില്ല. അപ്പോൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ നുറുങ്ങിയ ഹൃദയത്തോട്, കർത്താവേ ഞാൻ ആ തെറ്റ് ചെയ്തു, എനിക്ക് സങ്കടമുണ്ട്, അതുകൊണ്ട് എൻ്റെ ഹൃദയം വളരെ നുറുങ്ങിയിരിക്കുന്നു, ഓക്കെ, യു ഡോണ്ട് വറി, ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്, അങ്ങനെ പറഞ്ഞു വിടും. ഇത് ഓരോ കുരുത്തക്കേടുകൾ കാണിച്ച് അതിൻ്റെ ഭാരം ഇവരുടെ മേൽ വെക്കുക എന്ന് പറഞ്ഞിരുന്നാൽ സിമിൻറ്റ് ചാക്കോ തടിയോ അല്ല, ഈ ഭാരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് കണ്ടുകൊണ്ടാണ് യേശു തമ്പുരാൻ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുവേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിമിൻറ്റ് ചാക്ക് ചുമക്കുന്നവരേ, തടി ചുമക്കുന്നവരേ എൻ്റെ അടുക്കൽ വരുവീനെന്നല്ല. ഈ പള്ളിയിലെ ആൾക്കാർ നിങ്ങളുടെ തലയിൽ വെച്ച് തന്നിരിക്കുന്ന എടുക്കാൻ വയ്യാത്ത ചുമട് കാരണം നിങ്ങൾ ഭാരം ചുമക്കുന്നവരാണ്, എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്നത് ഇതിനെ ഉദ്ദേശിച്ചാണ്. പക്ഷേ എൻ്റെ സഭ എന്ന് പറഞ്ഞ് യേശു തമ്പുരാൻ പണിത് തീർത്ത് ഇവരാരും പോകുന്നുമില്ല, കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല. അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചിരുന്നാൽ ഏറ്റവും കൂടുതൽ പണം കളക്ട് ചെയ്യുക. ഈ പാപബോധം എത്രത്തോളം വളർത്തുന്നു അത്രത്തോളം ഇവർ പണമായി, അതായത് ഇവരുടെ ഈ പുരോഹിത വർഗത്തിനും ആരാധനാലയങ്ങൾക്കും അത്രത്തോളം സംഭാവനകൾ നൽകി പാപപരിഹാരം നേടുന്ന ആ ന്യായപ്രമാണ കാലഘട്ടത്തിലേക്ക് പോകുന്ന ആ ഭാരം, അതെ, അങ്ങനത്തെ ആണ് ഇത് നടക്കുന്നത്. ഞങ്ങൾ അത് ചെയ്തേക്കാം, ഞങ്ങൾ ഇത് ചെയ്തേക്കാം, മറ്റേത് ചെയ്തേക്കാം. അല്ലെങ്കിൽ അവിടെ ചെന്ന് വെച്ച് പറയും, ഒരു കാര്യം ചെയ്യും, ഇവർ അവരുടെ താൽക്കാലിക മോഹമല്ലാതെ ഒന്നും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നില്ല. ഇതെല്ലാം ദൈവത്തിന് എഗൻസ്റ്റാണ്. അതായത് ഇന്ന് ഏറ്റവും നല്ലൊരു ലാഭകരമായ ഒരു ബിസിനസ്, അതല്ലെങ്കിൽ ഈ പൗരോഹിത്യവർഗത്തിൻ്റെ ഒരു ടൂൾ എന്ന് പറയുന്നത്, മനുഷ്യനിൽ ആവശ്യമില്ലാത്ത പാപബോധം കുത്തിവെച്ച് നീ പാപിയാണെന്നുള്ളൊരു ബോധം ഉണ്ടാക്കി ആ പാപപരിഹാരത്തിന് നീ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന സ്പോൺഷിപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ നീ ഞങ്ങൾ പറയുന്ന സംഭാവനകൾ നൽകുക, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പെരുന്നാളുകൾ ഏറ്റെടുത്ത് നടത്തുക, അതല്ലെങ്കിൽ പള്ളിപ്പണിക്ക് നീ പണം കൊടുക്കുക. ഇങ്ങനെ നിൻ്റെ പാപം എത്രത്തോളം വലിപ്പം കൂടുന്നു അത്രത്തോളം ഞങ്ങൾക്ക് സംഭാവനകൾ, അല്ലെങ്കിൽ പള്ളിക്ക് നീ സാമ്പത്തികമായി സഹായിച്ചാൽ നിൻ്റെ പാപം മോചിക്കപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠിപ്പിക്കൽ. അത് തന്നെയാണ്.
അന്നേരം ഇതിനെ നമുക്ക് ഒരിക്കലും ഒരു ക്രിസ്തുവിൻ്റെ സഭ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയാനേ നമുക്ക് സാധിക്കത്തില്ല. ഇതൊരു തരം കച്ചവട സ്ഥാപനം. ക്രിസ്തുവിൻ്റെ സഭയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ യേശു പറഞ്ഞ വാക്ക് കേൾക്കണം. ഒന്ന്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ് ഒന്ന്. രണ്ടാമത്, യേശു ജീവിച്ച് കാണിച്ചു ലളിതമായ ജീവിതം. രണ്ടാമത്, യേശു ജീവിച്ച് കാണിച്ചു അന്യനെ സഹായിക്കുക. യേശു ജീവിച്ച് കാണിച്ചു അവൻ ക്ഷീണിച്ചിരിക്കുന്നു അവനെ തീറ്റുക, അവൻ ആശുപത്രി കിടക്കുക അവനെ ഒന്ന് സഹായിക്കുക, ഇവൻ ജയിലിൽ കിടക്കുക അവനെ പോയി ഒന്ന് കാണുക, അവനെ ഒന്ന് ആശ്വസിപ്പിക്കുക. ഇത് യേശു പഠിപ്പിച്ചതാ. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് യേശുവിൻ്റെ സഭയായി മാറും. ഇവരതിന് തയ്യാറില്ല, കാരണം അവരുടെ കൊയ്ത്ത് മുടങ്ങും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.